ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ഇന്ത്യയുടെ റാങ്കിങ് ആണ് കേട്ടോ. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇന്ത്യയുടെ റാങ്കിങ്ങും അതേപോലെ തന്നെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള രാജ്യം ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്, ഒരുപാടുണ്ട് പഠിക്കാൻ. പക്ഷേ ഞാനത് സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എക്സാമിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചെറിയ കോഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്പേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡ്സ് ഒന്നും അത്രയ്ക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 139 കേട്ടോ. എത്രയാണ്? 139. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിൻലാൻഡ് ആണ്. എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, ഹാപ്പി അല്ലേ? അപ്പോൾ ഹാപ്പി എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ അല്ലേ 9 എന്ന് പറയണത് അല്ലേ? അപ്പോൾ 3ന്റെ സ്ക്വയർ 9 ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയി എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 139 ആണ് കേട്ടോ. 139, 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈൻ എന്നൊക്കെ പറയില്ലേ, ഫൈൻ, ഐ എം ഫൈൻ എന്നൊക്കെ പറയില്ലേ, ഹാപ്പി ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഫൈൻ ആയിട്ട് ഫിൻലാൻഡ് ആലോചിക്കാം കേട്ടോ. അതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. ഓക്കെ, അതാണ് ഫിൻലാൻഡ്. അടുത്തത് വേൾഡ് ജെൻഡർ ഗ്യാപ്പ്. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത് ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്നാട്ടോ. ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്ന് ആലോചിക്കുക. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിടും? ഒരു 0 ഇടും അല്ലേ? ഓക്കെ, ഇനി ഒരു ഫാമിലിയിലെ 4 പേര് തമ്മിൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്ന് ആലോചിക്കുക. ഒരു ഫാമിലിയിലെ 4 പേര് തമ്മിൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ 0. ഓർക്കാലോ, 140. ഞാൻ പറഞ്ഞു വലിയ കോഡൊന്നും അല്ല, പക്ഷേ 4 ഓപ്ഷനിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡ് ആണ്. അപ്പോൾ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഐസുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ, ജെൻഡർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്ന് ആലോചിക്കാമല്ലോ. എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരിക്കില്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക കേട്ടോ. ജെൻഡർ ഗ്യാപ്പ് ഫസ്റ്റ് ഐസ്ലാൻഡ് ആണെന്നുള്ളത് ആലോചിക്കുക. ഇനി ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135 ആണ്. ഓക്കെ, ഒന്നാം സ്ഥാനത്ത് വീണ്ടും നമ്മുടെ ഐസ്ലാൻഡ് തന്നെയാണ് കേട്ടോ. എങ്ങനെ ആലോചിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ പീസ് എന്ന് പറയുമ്പോൾ സമാധാനമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, 1, 3, 5 ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ കറക്റ്റ് ഒരു ഓർഡറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 1, 3, 5. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമാധാനമായി അല്ലേ? ഇതിനിടയിൽ വേറെ നമ്പേഴ്സൊന്നും ഇല്ല, കറക്റ്റ് ഓർഡറാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി സമാധാനമായി എന്നുള്ള രീതിയിൽ പീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, സമാധാനം. അതേപോലെ തന്നെ നല്ല ഐസുള്ള സമയത്തൊക്കെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. എല്ലാം നല്ല സമാധാനത്തിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഐസ്ലാൻഡ് വീണ്ടും ഇവിടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ 3 ഓർക്കുക. ഹാപ്പിനെസ് ഇൻഡെക്സ് 139, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫൈൻ എന്ന് പറയും ഫിൻലാൻഡ്. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്ന് ആലോചിക്കുക. 0 വന്നു. ഒരു ഫാമിലിയിൽ 4 പേര് തമ്മിൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക, ഐസ്ലാൻഡ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഓഡ് നമ്പേഴ്സ് ആണ്, ഭയങ്കര പീസാണ്, സമാധാനമായി ഐസ്ലാൻഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. വേൾഡ് എക്കണോമിക് ഫ്രീഡം, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 121 ആണ്. അപ്പോൾ നമ്മൾ 2021 കേസാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ എക്കണോമിക് ഫ്രീഡം 2021 എക്കണോമിക് ഫ്രീഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 121. അത് 21, ഇവിടെയും 21 ഉണ്ടെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഒന്നാം സ്ഥാനം സിംഗപ്പൂരാണ്. നമുക്കറിയാലോ, എക്കണോമി ഒക്കെ ആയിട്ട് നമുക്ക് സിംഗപ്പൂരും ഒക്കെ ആയിട്ട് വെൽത്തി കൺട്രി ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം 120 ആണ്, 120ാം സ്ഥാനമാണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ്. എങ്ങനെ ആലോചിക്കുക? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് എടുക്കാം കേട്ടോ. ഒരു 12th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ, ഒരു 12ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. പട്ടണത്തിലൊക്കെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം അല്ലേ? 12th അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടായത് 12th എന്നുള്ള രീതിയിൽ 1, 2, 0 എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കാം. 120 ആണ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എത്രയാണ്? 120. അപ്പോൾ നല്ല ഡെവലപ്മെന്റൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ ഫൈൻ എന്ന് പറയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഫൈൻ ആയിട്ട് എടുത്തു, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഫൈൻ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫിൻലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 120. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിൻലാൻഡുമാണ്. അടുത്ത് നോക്കാം. ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 67, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡുമാണ്. എങ്ങനെ ആലോചിക്കണേ? വലിയ കണക്ഷനൊന്നും അല്ല കേട്ടോ. ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കില്ല് എന്ന് പറയുമ്പോൾ ഒരു
സാ എന്നുള്ളൊരു ഇത് പ്രൊനൗൺസിയേഷൻ വരുന്നില്ലേ, അതുപോലെ തന്നെ 6, പിന്നെ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഈ 3 സാ 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 വെച്ചിട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അതിന് നല്ല സ്കില്ല് വേണ്ടേ, 3 ഒരേപോലെ സാ വെച്ചിട്ട് വരണമെങ്കിൽ നല്ല സ്കില്ല് വേണം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ 6 സാ വെച്ചിട്ടുണ്ട് 67, അതേപോലെ തന്നെ സാ വെച്ചിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 46 ആണ് കേട്ടോ. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ഇന്ത്യയുടെ പൊസിഷനാണ് 46. എങ്ങനെ ആലോചിക്കുക, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്നോവ കാർ ആലോചിക്കുക അല്ലേ. ഇന്നോവ കാറ് NH47 കൂടെയാണ് പോകുന്നതെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. പക്ഷെ നമ്മുടെ ആൻസർ 47 അല്ല, 46 ആണ്. ഒരെണ്ണം കുറച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ NH47 പോലെ 46 എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ ഇന്നോവയും സ്വിഫ്റ്റ് കാറില്ലേ, അപ്പോൾ നമുക്ക് സ്വിറ്റ്സർലാൻഡും സ്വിഫ്റ്റുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ 1ാം രാജ്യത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ നോക്കാം. വേൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഡെക്സ് ആണ്. വേൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 43 ആണ് കേട്ടോ. വേൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 43. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 43 ആണ് വേൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. പിന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ സ്വിഫ്റ്റ് കാറിനെ വേണമെങ്കിൽ എടുത്തോളൂ, ബാക്കിയുള്ള കാറൊക്കെ ആയിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ ഈ നമ്പറും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 43 ആണെന്നുള്ളത്. നെക്സ്റ്റ് വൺ നോക്കാം. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അതിനകത്ത് ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 20 ആണ്. അതേപോലെ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് USA ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പം ചെറിയൊരു കണക്ഷനാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ 2 പേരായിട്ടൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് ആലോചിക്കുക കേട്ടോ. 2 പേരായിട്ട് തുടങ്ങാം. കാരണം 3 പേരായിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ 2 പേര് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സ്റ്റാർട്ടപ്പ് 2 പേര്, അപ്പുറത്തൊരു 0 കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം 20 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ 2 പേരായിട്ട് തുടങ്ങാമെന്ന് പറയുമ്പോൾ എന്താ, 2 പേരുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, അസ് എന്ന് പറയും അല്ലേ. അത് തന്നെയാണ് നമ്മുടെ രാജ്യം. അസ് വെച്ചിട്ട് USA ആണ് കേട്ടോ. USA ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം 20 USA എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത നോക്കാം. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് മൊസംബിക്കാണ്. എങ്ങനെ ആലോചിക്കുക, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് കൺട്രി അല്ലേ, 7th ലാർജസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ 7ാമത്തെ വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റൊക്കെ കുറച്ച് റിസ്ക്കിലാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വലുതായതുകൊണ്ട് ഇത്തിരി റിസ്ക്കിലൊക്കെയാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. 7ാമത്തെയാണ് കേട്ടോ. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. പിന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മൊസംബിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് റിസ്ക് ഒക്കെ അല്ലേ, അപ്പോൾ റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ മോശമാണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ. റിസ്ക് ആണ്, മോശമാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്ലൈമറ്റ് നമ്മൾ ഹിന്ദിയിൽ മോശം എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മൊസംബിക്കാണ്. നെക്സ്റ്റ് വൺ. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 142 ആണ്. അതുപോലെ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. എങ്ങനെ ആലോചിക്കുക, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രസ് എന്നുള്ളൊരു കീവേഡ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4-നെ അങ്ങ് പ്രസ് ചെയ്യുക. 1 ഉണ്ടെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ 4-നെ എന്ത് ചെയ്യാൻ പോവുക, പ്രസ് ചെയ്യാൻ പോവുക. അതായത് പ്രസ് ചെയ്ത് ചെറുതാക്കി ഞാൻ 2 ആക്കി മാറ്റി കേട്ടോ, അതിൻ്റെ പകുതിയാക്കി മാറ്റി. അപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, 142. ഇതെല്ലാം 2021 കേസാണ് പറയുന്നത് കേട്ടോ. 142 ആണ്. 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നോർവേക്കാണ്. അതെങ്ങനെ ആലോചിക്കാം? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രസ് ഫ്രീഡം എടുക്കാം അല്ലേ. പ്രസ്സിന് ഫ്രീഡം കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ, ന്യൂസ് പേപ്പറൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ എന്തായാലും പ്രസ്സിന് ഫ്രീഡം ഇല്ല കേട്ടോ, കിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് നോ വേ എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. നോർവേ. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 142 ആണ്. 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നോർവേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് 2021 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വലിയ കോഡ്സും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഓർമ്മ വന്നോട്ടെ എന്നുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. നാളത്തെ എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും ഇതേപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ SF10 ആണ്.
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു, ബൈ.